തിരുവനന്തപുരം കിളിമാനൂരിലേക്കാണ്. കിളിമാനൂരിൽ എന്താണെന്നല്ലേ, പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃഷിത്തോട്ടം. സർവീസിൽ നിന്ന് വിരമിച്ച ഒരു സൈനികനാണ് വിശ്രമ ജീവിതത്തിനിടയിൽ ഈ ഫലവൃക്ഷങ്ങൾ അങ്ങനെ വിളയിച്ചെടുക്കുന്നത്. കിളിമാനൂർ സ്വദേശി ശിവരാജൻ തന്റെ 2 ഏക്കർ പുരയിടം പൊന്നു വിളയിക്കുന്ന പഴത്തോട്ടമാക്കി മാറ്റിയതിന്റെ വിശേഷങ്ങൾ അറിയാനാണ് അജീഷ് ജയകുമാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറുനാടൻ പഴമായ ഡ്രാഗൺ ഫ്രൂട്ടാണ് ശിവരാജൻ ചേട്ടന്റെ തോട്ടത്തിലെ പ്രധാന വിള. അപ്പോൾ പഴങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. ആ മനോഹരമായ കാഴ്ച അജീഷ് ജയകുമാറിന്റെ കൂടെ നമുക്ക് കിളിമാനൂർ വരെ ഒന്ന് പോയി വരാം. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കിളിമാനൂര് ചെറുനാരകം കൂടുന്ന സ്ഥലത്താണ്. ഇവിടെ എൻ്റെ കൂടൊപ്പം ശിവരാജൻ സാറുണ്ട്. അദ്ദേഹം പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം കൊച്ചിൻ റിഫൈനറിയിൽ 25 വർഷം. അതിനുശേഷം അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ കുടുംബവുമൊത്ത് കിളിമാനൂര് വന്നു. ഇവിടെ അദ്ദേഹം പഴയൊരു തറവാട് വീടുണ്ടായിരുന്നു, അതിനെ അന്ന് പുതുക്കി പണിതു. അതിനുശേഷം ഇവിടെയുള്ള 2 ഏക്കർ സ്ഥലം അല്ലേ? 2 ഏക്കർ. ഇവിടെ കുറെ പഴത്തോട്ടവും പിന്നെ വേറെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിലെ കാഴ്ച. ഡ്രാഗൺ ഫ്രൂട്ട് പ്രധാനം. പിന്നെ ഇതാണ്ട് റംബൂട്ടാൻ 50 കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മാംഗോസ്റ്റിൻ ഒരു കുറച്ച് കൂടെ ഉണ്ട്. പിന്നെ കുറെ കോഴികളും താറാവൊക്കെ ഉണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്തൊരു ഫ്രൂട്ടാണ്. ഇപ്പൊ പക്ഷെ ആളുകൾ കുറച്ചധികം പേര് ഇതിലേക്ക് വരുന്നു. അല്ല, ഇതിന് വലിയ ജോലിയൊന്നുമില്ല. ഇതിപ്പോ ഒരു പില്ലർ വാർത്ത് ആ ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. ഇതല്ലെങ്കിൽ നമ്മൾ മറ്റേ മുള്ളുവേലിയിൽ വെക്കുന്ന ആ ഒരു കല്ലായാലും മതി. പക്ഷേ ഇത് സിമെന്റ് ആകുമ്പോൾ നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും. കള്ളിമുൾ ചെടിയുടെ വർഗ്ഗത്തിൽപ്പെടുന്നതിനാൽ മറ്റു വിളകളെ അപേക്ഷിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഉഷ്ണമേഖലാ പ്രദേശമായ നമ്മുടെ സംസ്ഥാനത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി വളരും. അതിനാൽ തൂണുകൾ തമ്മിൽ കുറഞ്ഞത് 3 മീറ്റർ അകലം വേണം. സീസൺ അനുസരിച്ചാണ് പൊതുവെ പൂവിടുന്നത്. സാധാരണഗതിയിൽ മെയ് മുതൽ നവംബർ വരെയാണ് പൂവിടൽ കാലം. ഏറ്റവും നല്ലത് കോഴിവളമാണ്. കൂടാതെ ചാണകവും ആട്ടിൻകാഷ്ടവും ഒക്കെ നൽകാം. 500 മുതലാണ് തൈയുടെ വില. ഒരിക്കൽ നട്ടാൽ 25 വർഷം വരെ ഡ്രാഗൺ ഫ്രൂട്ട് നിലനിൽക്കും. കിലോയ്ക്ക് 150 മുതൽ വിലയും കിട്ടും. ഇത് വിളവെടുക്കാൻ സമയമായതാണ്. ഇത് വില കിടിലം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് മലേഷ്യൻ റെഡിന്റെ. കുറച്ചും കൂടെ മധുരമൊക്കെ ഉണ്ട്. ഈ വൈറ്റ് എന്ന് പറയുമ്പോ ഇത്ര സ്വീറ്റ്നെസ് ഇല്ല. മധുരമുണ്ട്, നല്ല പഴുത്തു. ഇതിപ്പോ നമ്മള് ഈ വിളവെടുക്കുന്ന സാധനങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ സാധാരണ സെയിൽ ചെയ്യാറ്? അത് കിളിമാനൂർ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം ഒരു സാമ്പിള് 2 എണ്ണം കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട ഉടനെ അവർ പറയും ഇഷ്ടം പോലെ ഒട്ടയും കൊണ്ടുവരാൻ പറഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ 50 റംബുട്ടാൻ മരങ്ങളും പറമ്പിലുണ്ട്. പലതരം ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും വേറെ. പൊട്ടിച്ച അത് ഇതിൻ്റെ സീഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഇളകി വരും. പറ്റിപ്പിടിച്ചിരിക്കില്ല. ഇത് തിന്ന് അത് ഇളകി വരും. തിന്ന് നോക്കാം. ഈ കുരുവിനകത്ത് പിടിച്ചിരിക്കും. ഇത് സിമ്പിളാണ്. ഇത് ഇളകി നല്ല മധുരമുണ്ട്. ഇതാണ് വിയറ്റ്നാം എയർലി എന്ന ഇനത്തിൽപ്പെട്ട ചക്ക. ഒരു വർഷത്തിൽ എല്ലാ മാസവും ഇതിന് ഫലം തരും. ഇപ്പോൾ ഇത് നിറയെ, ഇപ്പോൾ ഇത് 3 വർഷം ആയുള്ളൂ നട്ടിട്ടുണ്ടെങ്കിലും അതിപ്പോൾ തന്നെ അത് നിറയെ ഫലം തന്നു തുടങ്ങി. 1 വർഷം കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെയൊക്കെ വളർന്ന് കുറച്ചും കൂടെ ഫലം തന്നു തുടങ്ങും. ഇതും നമ്മുടെ ശിവരാജൻ്റെ പറമ്പിലുള്ളൊരു അതിഥിയാണ്. കോഴികളാണ് ശിവരാജിന്റെ മറ്റൊരു ഹോബി. നാടൻ പുള്ളിക്കോഴികൾ 30-ലേറെയുണ്ട് വീട്ടിൽ. മുട്ടയും കുഞ്ഞുങ്ങളുമാണ് വരുമാന മാർഗം.
താറാവ് കൃഷിയും മത്സ്യകൃഷിയും വീണ്ടും തുടങ്ങാനും ആലോചനയുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ശിവരാജൻ. സത്യത്തിൽ ഒരു സ്വർഗം പോലെയാണ്. ഭയങ്കര ഭംഗിയാണ്. ഇതുവഴി നടക്കാനൊക്കെ ഭയങ്കര ഒരു മൈൻഡിന് ഒരു പീസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഇവിടെ ചെറിയൊരു ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ ഭയങ്കര രസമാണ്. എന്തായാലും ഈ തരിശ് ഭൂമിയൊക്കെ ഇട്ട് ഭൂമി വെറുതെ കളയുന്നവർക്ക് ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറ് തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എങ്ങനെ ഇത് പരിപാലിക്കണം എന്നൊക്കെ. അധികം പണച്ചെലവൊന്നുമില്ല, അധികം ഒരുപാട് ആളുകളുടെ സഹായമൊന്നും ആവശ്യമില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഇത് തന്നെയുള്ള ഒരു എക്സസൈസുമായി. അതെ അതേ പറഞ്ഞ ഈ സ്ട്രെസ്സൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടില്ല, നമുക്ക് ഈ മറ്റേ ചിന്തകളൊന്നും വരില്ല. അങ്ങനെയാണ്. അപ്പോൾ കിളിമാനൂരിൽ നിന്നും ബിബിൻ വേലിക്കും ശ്രീജുവിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. ഏതായാലും ശിവരാജൻ ചേട്ടൻ്റെ തോട്ടം അത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ആ നിറങ്ങളിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പഴങ്ങൾ, ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും റംബുട്ടാനൊക്കെ ഇങ്ങനെ വിളവെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ മഴ സീസൺ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വിളവെടുപ്പ് കാലം കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ശിവരാജൻ ചേട്ടൻ്റെ കിളിമാനൂരിലെ ആ കൃഷിത്തോട്ടം പോയി കാണുക. പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന എല്ലാം, കോഴി ഒഴികെ അജീഷ് എല്ലാം അവിടെ പരീക്ഷിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാം ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്. അതിനൊരു ചെറിയ അസൂയയോടുകൂടി